ഒരു നായകൻ അയാൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം ഒരു ലോ പ്രൊഫൈൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചില പുതിയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം അയാൾ ഒരു പുതിയ സ്ഥലത്തെത്തി അവിടുത്തെ പാവങ്ങളെ രക്ഷിക്കുന്നു. ഫാന്റസി സിനിമ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സിനിമാറ്റിക് വേൾഡ് അല്ലെങ്കിലും നായകന് അതിമാനുഷിക ശക്തിയാണുള്ളത്. അതായത് ഇനി 1000 പേര് ഒരുമിച്ച് വന്നാലും അയാൾക്ക് പുല്ലാണ്. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള തോക്ക്, മെഷീൻ ഗൺ മുതൽ പഴഞ്ചൻ കത്തി, കടാര അങ്ങനെ എന്തും അയാൾ പുഷ്പം പോലെ ഉപയോഗിക്കും. അയാൾ രക്ഷിക്കുന്ന പാവങ്ങൾക്ക് അയാൾ ദൈവതുല്യനാകുന്നു. അയാളെ വർണ്ണിച്ച് പാട്ടുകളുണ്ട്, സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഡാൻസ് ഉണ്ട്. പിന്നെ സ്വാഭാവികമായും അയാളിലെ നല്ല രാക്ഷസനെ ട്രിഗർ ചെയ്യുന്ന സംഭവം വില്ലൻ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതും ഒരു മൈനർ പെൺകുട്ടിയെ. അതായത് നായകന്റെ ഹീറോയിസം കാണിക്കാൻ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്ന സ്ഥിരം മാസ് മസാല സംഭവം. ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റ് പല മാസ് മസാല സിനിമകളെ അപേക്ഷിച്ച് ഓവർ ക്രിഞ്ച് മിസോജിനിസ്റ്റിക് സീനുകൾ ഇല്ലാത്തതുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. അതാണ് സലാർ. സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. തീർച്ചയായും സലാറിൽ പോസിറ്റീവ് സംഭവങ്ങളുമുണ്ട്. നായകന്മാർ സിമ്പിൾ ആയി വില്ലന്മാരെ അരിഞ്ഞിടുന്ന ഫൈറ്റ് സീൻസ് ആണെങ്കിലും അതിനൊക്കെ ഒരു പഞ്ചുണ്ട്. പ്രഭാസ് ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ആക്ഷൻ സീക്വൻസ് നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസിന്റെ ക്യാമറ മൂവ്മെന്റ്സും നല്ലതാണ്. മൊത്തത്തിലുള്ള സിനിമാറ്റോഗ്രഫി ആൻഡ് വേൾഡ് ബിൽഡിംഗും നല്ലതാണ്. നല്ല ഗ്രാൻഡ് സ്കെയിലിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് KGF സ്റ്റൈൽ ആയതുകൊണ്ട് നമുക്കൊരു പുതുമ ഫീൽ ചെയ്യില്ല. കൻസാർ എന്ന സ്ഥലത്തിന്റെ ഹിസ്റ്ററി പറയുന്ന ഭാഗം ഇഷ്ടപ്പെട്ടു. അത് സിനിമയിലെ അതുവരെ കാണിക്കുന്ന പല കാര്യങ്ങളെയും കുറച്ചെങ്കിലും ബിലീവബിൾ ആക്കി മാറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് തുടക്കത്തിൽ ഞങ്ങൾക്ക് രാജ്യം മൊത്തമുള്ള CCTV ആക്സസ് ഉണ്ടെന്ന് ഒരു വില്ലൻ പറയുമ്പോൾ അത് കുറച്ചധികം ഓവറല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ പിന്നെ കൻസാറിലെ ആളുകൾ ഇത്രയും വലിയ സംഭവമാണെന്ന് അറിയുമ്പോൾ കുഴപ്പമില്ല, ഒരു പൊടിക്ക് മാത്രം ഓവറാണെന്ന് ചിന്തിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വ്യത്യസ്ത ട്രൈബ്സ് തമ്മിലുള്ള സംഘർഷവും ചതിയും അധികാരത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹവും ഒക്കെ കഥയിൽ വരുന്നത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ നിലനിർത്താൻ കഴിയുന്നുണ്ട്. പ്രഭാസിന്റെ ആ ഒരു ഫിസിക്കൽ പവർ കാണിക്കുന്ന ചില സ്റ്റിൽസ് നന്നായി തോന്നി. ശ്രുതി ഹാസനെ മാറ്റി നിർത്തിയാൽ മറ്റ് 2 മെയിൻ സ്ത്രീ കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നമായി തോന്നിയത് കഥാപാത്രങ്ങളാണ്. നമ്മൾ കാണുന്ന മിക്ക സിനിമകളിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പല ക്യാരക്ടേഴ്സിനും കിട്ടുന്ന സ്ക്രീൻ ടൈം വളരെ കുറവായിരിക്കും. എന്നാൽ കുറച്ച് സമയമേ നമ്മൾ അവരെ കാണുന്നുള്ളൂവെങ്കിലും അതിനു മുൻപും അതിനുശേഷവും അവരവരുടെ ജീവിതവുമായി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നണം. അതായത് വളരെ കുറച്ച് സമയമേ നമ്മൾ അവരെ കാണുന്നുള്ളൂവെങ്കിലും ആ ക്യാരക്ടേഴ്സിന്റെ ലൈഫിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് നമ്മുടെ ബ്രെയിൻ സങ്കല്പിച്ചെടുക്കും. അതുകൊണ്ടാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു കഥാപാത്രത്തെ പിന്നീട് സിനിമയുടെ പകുതിക്കോ അല്ലെങ്കിൽ അവസാനമോ ഒക്കെ കാണിക്കുമ്പോഴും ചിലപ്പോൾ അത് അവരുടെ ലൈഫിലെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നമുക്ക് വിയേർഡായി ഫീൽ ചെയ്യാത്തത്. കഥാപാത്രങ്ങളുടെ കണ്ടിന്യൂറ്റി നമ്മളെ കൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് എഴുത്തുകാരുടെ കഴിവാണ്. പക്ഷെ സലാർ പോലുള്ള സിനിമകളുടെ പ്രശ്നം മിക്ക കഥാപാത്രങ്ങളുടെയും കാര്യത്തിൽ ഈ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല എന്നതാണ്. സലാറിലെ കഥാപാത്രങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഞെട്ടുന്ന കഥാപാത്രങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ. ചില കഥാപാത്രങ്ങൾ ഇത് രണ്ടും ചെയ്യും. അതായത് ഇവരുടെ ജീവിതത്തിൽ ഇവരാകെ ചെയ്യുന്നത് ഇത് മാത്രമാണെന്ന് തോന്നിപ്പോകും. ഉദാഹരണത്തിന് ഈ സ്ത്രീ കഥാപാത്രത്തെ എടുക്കുക. മിക്ക സമയവും ചുറ്റിലുള്ള എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നു. ദേവരതയുടെ പേര് കേൾക്കുമ്പോൾ ഞെട്ടുന്നു. ശ്രുതി ഹാസന്റെ അച്ഛന്റെ ക്യാരക്ടർ ഞെട്ടിക്കൊണ്ടേയിരിക്കുന്നു. ദേവരതയുടെ പേര് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്നു. പിന്നെ പല കഥാപാത്രങ്ങളും വന്നു പോകുന്നത് ഞെട്ടാൻ വേണ്ടി മാത്രമാണ്. മിക്ക കഥാപാത്രങ്ങളും സംസാരിക്കുന്നത് ആരോ അവരുടെ തൊണ്ടയിൽ ഞെക്കിപ്പിടിച്ചതുപോലെയാണ്. ഇവർക്കൊക്കെ ഒന്ന് ശ്വാസം വിട്ട് റിലാക്സ്ഡ് ആയി സംസാരിച്ചുകൂടെ എന്ന് തോന്നിപ്പോകും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ ഓവർ ആക്ടിങ്ങിനുള്ള എന്തെങ്കിലും നാഷണൽ അവാർഡ് ഉണ്ടെങ്കിൽ അത് ഈ നടിക്കും ഈ നടനും കൊടുക്കണമെന്നതാണ് എന്റെ അഭിപ്രായം. അവർ കിട്ടിയ ശമ്പളത്തിന്റെ ഒരു 100 മടങ്ങ് പെർഫോമൻസ് എന്തായാലും കാഴ്ചവെച്ചിട്ടുണ്ട്. ശ്രുതി ഹാസൻ മൊത്തത്തിൽ നല്ല ബോറായാണ് ഫീൽ ചെയ്തത്. ആർക്ക് എന്ത് പറ്റിയാലും വേണ്ടില്ല, എന്റെ അമ്മയുടെ ചിതാഭസ്മം ഒഴുക്കാൻ സഹായിക്കണമെന്ന് പറയുന്നതൊക്കെ കുറച്ചധികം സെൽഫിഷ് അല്ലേ. ഇനി പറയാനുള്ളത് പ്രഭാസിന്റെ ദേവരതയും പൃഥ്വിരാജിന്റെ വരദരാജ മന്നാറും തമ്മിലുള്ള റൊമാൻസ് ആണ്. അവർ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമാണ്. വർഷങ്ങൾക്ക് ശേഷം 2 ഫ്രണ്ട്സ് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവർക്ക് എന്തൊക്കെ സംസാരിക്കാനുണ്ടാകും. പക്ഷെ ഇവരുടെ ആത്മബന്ധം അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ഇവർക്കൊന്നും സംസാരിക്കേണ്ടി പോലും വരുന്നില്ല. എന്നാൽ എന്താണ് ഇവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ രഹസ്യം എന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായതുമില്ല. ഇവരുടെ റൊമാൻസിന്റെ വേറൊരു പ്രത്യേകത സമയം കിട്ടുമ്പോഴൊക്കെ മാസ് ഡയലോഗ്സ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കളിക്കുമെന്നതാണ്. ഒടുക്കത്തെ അമ്മ സ്നേഹം ആൻഡ് ഒടുക്കത്തെ ഫ്രണ്ട്ഷിപ്പ്, ഇതാണ് ഇപ്പോഴത്തെ മാസ് മസാല ട്രെൻഡ് എന്ന് തോന്നുന്നു. പ്രഭാസിന്റെ ദേവരതയുടെ കാര്യമാണെങ്കിൽ പണിയെടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെ മാസ് ഡയലോഗ് അടിക്കുന്നു, വില്ലന്മാരെ പഞ്ഞിക്കിടുന്നു. ഇതൊക്കെയുള്ളൂ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. ഇത്രയും ശക്തിയൊക്കെ ഉണ്ടെങ്കിലും എത്ര ദാരിദ്ര്യം പിടിച്ച ബോറ് ജീവിതമാണ് ഇയാളുടേതെന്നാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഇങ്ങനെയുള്ള സിനിമകളിൽ ലോജിക്ക് വല്ലാതെ ചെയ്യാൻ പോകരുതെന്ന് അറിയാം. എന്നാലും സിനിമ സൃഷ്ടിച്ച ആ വേൾഡിലെ ലോജിക്ക് പോലും ഇടയ്ക്ക് കീപ്പപ്പ് ചെയ്യാത്തതുപോലെ തോന്നി. ഉദാഹരണത്തിന് മകനെ കൊന്നതിന്റെ പകയായി നാരംഗ് എന്ന കഥാപാത്രം വരദരാജയെ കൊല്ലാൻ പോകുന്ന സീൻ. ദേവരത ആദ്യം അപേക്ഷിക്കും തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, തന്റെ ഫ്രണ്ടിനെ ഒന്നും ചെയ്യരുതെന്ന്. എന്നാൽ പിന്നെ മണ്ടൻ നാരംഗിന് ആദ്യം ദേവരതയെ കൊന്ന് പിന്നെ വരദയെ കൊന്നാ പോരെ. ദേവരത അയാളുടെ കൈ വെട്ടി കഴിയുമ്പോൾ മെയിൻ വില്ലത്തി ഗാർഡ്സിനോട് പറയുന്നുണ്ട് എന്താ നോക്കി നിൽക്കുന്നത്, അവനെ വെടിവെക്കാൻ. പക്ഷെ അതിനുശേഷം ദേവരത മറ്റവന്റെ തല വെട്ടി കളയുമ്പോൾ വില്ലത്തി മെല്ലെ എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്
എന്തുകൊണ്ട് ഗാർഡ്സ് ദേവരതയെ അപ്പോൾ വെടിവെച്ച് വീഴ്ത്തുന്നില്ല എന്നത് മനസ്സിലായില്ല. പിന്നെ ദേവരതയുടെ ആ ഒരു പ്രിപ്പയർഡ്നെസ് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം. അത്രയും വലിയ ആയുധങ്ങളൊക്കെയുള്ള ഒരു ട്രക്കുമായിട്ടല്ലേ മൂപ്പർ എപ്പോഴും യാത്ര ചെയ്യുന്നത്. പിന്നെ അമ്മയുടെ കഥാപാത്രം 10-40 വയസ്സുള്ള മകൻ എല്ലാ ദിവസവും കറക്റ്റ് 6 മണിക്ക് വീട്ടിലെത്തണമെന്ന് ശടിക്കുന്നതൊക്കെ കുറച്ച് ഓവറല്ലേ. അതും ഇനി എത്ര ഗുണ്ടകൾ ഒരുമിച്ച് വന്നാലും തന്റെ മകന് അതൊരു ചുക്കുമല്ല എന്ന് അറിയാവുന്ന അമ്മയ്ക്ക്. എന്നാൽ പാവം അമ്മയെ പറഞ്ഞിട്ടും കാര്യമില്ല. മകന്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കത്തി കണ്ടാൽ പോലും ട്രോമ അനുഭവിക്കുന്ന രീതിക്കല്ലേ മകന്റെ പാസ്റ്റ്. എന്നാൽ കൃത്യം 6 മണിക്ക് വീട്ടിൽ കയറുന്ന മകൻ എപ്പോഴാണ് അമ്മയറിയാതെ ജിമ്മിൽ പോയി ബോഡി ബിൽഡ് ചെയ്തത്, വെപ്പൺ ട്രെയിനിങ് നടത്തിയത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇനി സിനിമയിലെ ഡയലോഗ്സ്. ഞാൻ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഈ 4 ഭാഷകളിലും സിനിമ മാറി മാറി കണ്ടു നോക്കി. ഏതെങ്കിലും ഒന്ന് ബെറ്റർ ആയിരിക്കുമോ എന്നറിയാം. അവരുടെ തൊണ്ടയിൽ മുറുക്കി പിടിച്ച സംസാരത്തിന് ഒടുക്കം തെലുങ്ക് തന്നെയാണ് ഭേദമെന്ന് പേഴ്സണലി തോന്നി. പഴമയെ ഇഷ്ടപ്പെടുന്ന രാജകുടുംബമാണ് മന്നാരുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം കൻസാറിൽ മൊത്തം കറണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും കൊട്ടാരത്തിൽ ഇപ്പോഴും തീ കത്തിച്ചൊക്കെയാണ് വെളിച്ചം കിട്ടുന്നത്. നായകന്മാർ ഗുണ്ടകളെ വെട്ടിയരിഞ്ഞു വീഴ്ത്തിയിട്ടും വയലൻസിന്റെ ഡോസ് പോരാ എന്നതുകൊണ്ട് സോംബി ടൈപ്പ് ഗുണ്ടകളെ വരെ സംവിധായകൻ സിനിമയിൽ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിനിമകളുടെ മറ്റൊരു പ്രശ്നമായി തോന്നിയിട്ടുള്ളത് നായകനും ടീമും ഒടുക്കത്തെ ബുദ്ധിയും പ്ലാനിങ്ങും ഒക്കെ ഉപയോഗിച്ച് വില്ലന്മാരെ തോൽപ്പിക്കുമെന്നൊരു പ്രതീതി തരും. എന്നാൽ ബേസിക്കലി നായകൻ വന്ന് 1000 ഗുണ്ടകളെ ഒറ്റയ്ക്കടിച്ചിട്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ വില്ലന്മാരെ തോൽപ്പിക്കുന്നതാണ് സംഭവിക്കുക. അപ്പൊ എന്തിനായിരുന്നു തുടക്കത്തിൽ ഇത്രയും പ്ലാനിങ് ആൻഡ് ബിൽഡപ്പ് ഒക്കെ എന്ന് അറിയാതെ ചോദിച്ചു പോകും. ചുരുക്കി പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒരു എപ്പിക് പീരിയഡ് ഡ്രാമ ലെവലിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നായകന്റെ അടുത്ത ഫൈറ്റിന് വേണ്ടിയുള്ള ബിൽഡപ്പ് ആണ് സലാർ സിനിമയുടെ ഭൂരിഭാഗം സമയവും. അപ്പൊ ഇതൊക്കെയാണ് സലാർ സിനിമയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.